എന്റെ ഹനീഫദീനി എന്നെ പടം ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഇത്രയും ബെസ്റ്റ് വർക്ക് നിങ്ങളുടെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതും ഇത്രയും വയലന്റ് ആയ ഒരു സംഭവം. എനിക്ക് ഉറപ്പുണ്ട് മാർക്കോ എന്ന സിനിമ അടിച്ചു പൊളിക്കണം എന്ന മൈൻഡിലാണ് ഇറങ്ങി തിരിച്ചത്. മോളിവുഡിൽ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു ഐറ്റം. ഈ പടത്തിൽ കാണിച്ചിരിക്കണ വയലൻസും ആക്ഷൻ സീക്വൻസും ഒന്നും വേറെ ഒരു ഇന്ത്യൻ സിനിമയിൽ പോലും കാണിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ സിനിമ അടുത്തിന് ഇറങ്ങാനും പോണില്ല. ഒരു കിടുക്കാച്ചി ഹനീഫദീനി മാസ് വയലന്റ് ആക്ഷൻ പടം. സെക്കൻഡ് ഹാഫ് ആട്ടോ വിന്നർ. സെക്കൻഡ് ഹാഫിലാണ് ആ സ്ക്രീൻ പ്ലേയുടെ മാജിക് ശരിക്കും വർക്കൗട്ട് ആയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് അടിപൊളി തന്നെയായിരുന്നു, പക്ഷെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് എഴച്ചിലുള്ളതുകൊണ്ട് സെക്കൻഡ് ഹാഫ് ആണ് അടിപൊളി ഫീല് കിട്ടിയത്. സെക്കൻഡ് ഹാഫിന് ആ ഇന്റർവെൽ പോയിന്റിൽ ഒരു കളി അങ്ങ് തുടങ്ങും. ആ ഒരു ബ്ലഡ് ബാത്ത് അവിടെ മുതൽ ലാസ്റ്റ് വരെ ഉണ്ടാവും. നമ്മൾ കംപ്ലീറ്റ്ലി കുളിച്ച് ചോരയിൽ കുളിച്ചിറങ്ങാന്നൊക്കെ പറയില്ല, അമ്മാതിരി ഫീലാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാം. മോസ്റ്റ് വയലന്റ് ആക്ഷൻ മൂവി എന്ന രീതിയിലാണ് ഈ സിനിമ അഡ്വർടൈസ് ചെയ്തത്. ആൻഡ് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ വയലൻസേ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒരു പ്രീ ക്ലൈമാക്സ് പോർഷനിൽ ഒരു ലോങ് വയലൻസ് സീക്വൻസ് ഉണ്ട്. അതൊരു രക്ഷയില്ല, അതാണ് വയലൻസ്. നമുക്ക് ഒട്ടും സഹിക്കില്ല. അത്രയും പീക്ക് വയലൻസ് ആണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഫെയിന്റ് ഹാർട്ടഡ് ആയ ആൾക്കാരും പിന്നെ വയലൻസ് ഇഷ്ടപ്പെടാത്തവരും പ്ലീസ് അവോയ്ഡ് ദിസ് മൂവി അറ്റ് എനി കോസ്റ്റ്. ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ആ ഒരു സീക്വൻസ് മൊത്തത്തിൽ കാണുമ്പോൾ ആ അവസാനത്തെ 40 മിനിറ്റ്. ഇത്രയും ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഹനീഫതിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതും മിഖായിലും രാമചന്ദ്ര ബോസൻ കമ്പനി എഴുതിയ ആളെ നിന്ന് ഒട്ടും വിചാരിക്കില്ല. ഇങ്ങനെ വേണം ഒരു റിവെഞ്ച് പടം എഴുതി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. നമുക്കൊരു ഫീലിംഗ് കിട്ടും, അവരെ ഇടിച്ച് അടിച്ച് തൂക്കി ദ്രോഹിച്ച് കൊല്ലണം, അങ്ങനത്തെ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. ഈ പടത്തിലെ ഓരോ കോംപ്ലിക്കേറ്റഡ് പോർഷൻസിലാണെങ്കിൽ പോലും വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞ ഹനീഫദിനെ കംബാക്ക് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കണേന്ന്. ആക്ഷൻ കൊറിയോഗ്രഫി ബൈ കലൈ കിങ്സൺ. ഇറ്റ്സ് ആൻഡ് എവറി ആക്ഷൻ സീക്വൻസ് വളരെ ഡിഫറെന്റ് ആയിരുന്നു, വളരെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 100 പേർക്ക് അടിച്ച് തൂക്കുവാണ് ഉണ്ണിമുകുന്ദൻ. അത് വളരെ ബിലീവബിൾ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഈച്ച് ആൻഡ് എവറി ആക്ഷൻ സീക്വൻസ് വളരെ നന്നായിട്ട് തന്നെ ഹനീഫ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ബൈ ചന്ദ്രു സെൽവരാജ്. ഈ സ്റ്റൈലിഷ് മാസ് പടം ഇന്ന വ്യക്തിയുടെ കയ്യിൽ കംപ്ലീറ്റ്ലി സേഫ് ആയിരുന്നു. സ്റ്റൈലിഷ് എന്നതിന്റെ അർത്ഥം നമുക്ക് കാണിച്ചു തരികയാണ്. അത് ഈച്ച് ആൻഡ് എവറി ഉണ്ണിമുകുന്ദന്റെ ഓരോ സീക്വൻസിലാണെങ്കിലും ആ ഒരു ഹൈ ക്വാളിറ്റി ഫ്രെയിംസിലാണെങ്കിലും വിഷ്വൽസിലാണെങ്കിലും എല്ലാത്തിനും നമുക്ക് അതിന് ഉത്തരം നമുക്ക് കാണാൻ സാധിക്കും. എഡിറ്റിംഗ് ബൈ ഷമീർ മുഹമ്മദ് പൊളിച്ചു. രവി ബസൂറിന്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി വില്ലന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗ്രേറ്റ് വർക്ക് തന്നെ ചെയ്തിരിക്കണം. ആ ഒരു ബീറ്റ്സും ആ ഒരു വയലിന്റെ കോമ്പോസിഷനും എല്ലാം അടിപൊളി തന്നെയായിരുന്നു. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് ലൗഡ് ആണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോങ്സ് മോസ്റ്റ്ലി ഫോർഗറ്റബിൾ ആയിരുന്നു. പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു വിഷ്വൽ അപ്പീൽ തരുന്നുണ്ടായി. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഗംഭീര വർക്ക് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ തലവര തന്നെ കംപ്ലീറ്റ്ലി മാറി എന്ന് തന്നെ പറയാം. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ. ഇത്രയും സ്റ്റൈലായ ഒരു സിനിമ ഉണ്ണിമുകുന്ദന് കിട്ടുന്ന ജീവിതത്തിൽ എത്തിയില്ല. പക്ഷെ ഉണ്ണിമുകുന്ദന്റെ ആ സ്റ്റൈലും സ്വാഗും സ്ക്രീൻ പ്രസൻസും വേറെ ലെവൽ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലെ ഉണ്ണിമുകുന്ദന്റെ ആ ഒരു ഹാർഡ് വർക്കും എഫേർട്ടും എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കും. പിന്നെ ജഗദീഷാണ് വില്ലൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഒരു മാസ്റ്റർ മൈൻഡ് വില്ലൻ വേഷം ജഗദീഷിന്റെ കയ്യിൽ കംപ്ലീറ്റ്ലി സേഫ് ആയിരുന്നു. സൂപ്പർബായിട്ട് റിട്ടേണും ആയിരുന്നു ആ റോള്. സിദ്ദീഖ് പൊളിച്ചു. പിന്നെ കബീർ ദുഹാൻ കുറെ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും കാലത്തെ ആ ഒരു വില്ലൻ വേഷം ഇതാണ് ഏറ്റവും ബെസ്റ്റ് വില്ലൻ ക്യാരക്ടർ എന്ന്. പിന്നെ ജഗദീഷിന്റെ മക്കളെ അഭിനയിച്ച രണ്ടുപേരും ആൻസൺ ബോൾ ഡിസൈനർ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു മോയം കൊണ്ടായി ആ ചേട്ടനും ഡിസൈനർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. വേറെയും കുറെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഡിസൈനർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഡയലോഗ് ഡെലിവറി കുറച്ച് ആർട്ടിഫിഷ്യൽ ആൻഡ് ചീസി ആയിട്ട് ഫീൽ ചെയ്യും. കുറെ ഇടത്തൊക്കെ ഒരു പഞ്ച് കിട്ടുന്നില്ല. ഒരു പഞ്ച് ലൈനാണ് ഉദ്ദേശിക്കണമെങ്കിൽ പോലും. പിന്നെ ഉണ്ണിമുകുന്ദന്റെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും കുറെ ഇടത്ത് ഭയങ്കര വീക്ക് ആയിട്ട് തോന്നും. നമുക്കൊരു ഗുമ്മ് കിട്ടില്ല ആ ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ പോലും. പിന്നെ സെക്കൻഡ് ഹാഫിലെ വയലൻസ് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. പക്ഷെ ഫാമിലി സൈഡിൽ നോക്കുവാണെങ്കിൽ അവർക്ക് താങ്ങൂല. കൂടുതൽ ഈ സിനിമയ്ക്ക് യങ്സ്റ്റേഴ്സിന് സപ്പോർട്ട് കിട്ടാനുള്ള കൂടുതൽ ചാൻസ് എൻകറേജ് ഉണ്ട് സിനിമയ്ക്ക്. അത് വലിയ കാര്യമായിട്ട് തോന്നില്ലെങ്കിൽ പോലും അത് മിസ് ചെയ്യേണ്ടത് തന്നെ കാണുക. മിഖായൽ എന്ന സിനിമ കണ്ടിട്ട് വേണം, കാരണം ഇത് അതിന്റെ ഒരു സ്പിൻ ഓഫ് ആണ് മാർക്കോ എന്ന സിനിമ. ഓവറോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റൈലിഷ് ആക്ഷൻ പടവും ഹനീഫ് അദീനയുടെ തന്നെ ഒരു ബെസ്റ്റ് വർക്ക് തന്നെയാണ് മാർക്കോ. സോ നെവർ മിസ് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. കില്ല് എന്ന സിനിമയുടെ വയലൻസ് ഒന്നും സിനിമയുടെ അടുത്ത് ഒന്നും എത്തിയിട്ടില്ല. ഒരു മോളിവുഡ് ജോൺ വിക്ക് തന്നെയായിരുന്നു മാർക്കോ.